ഹായ് ഗൈസ്, ഞാൻ amanulla ലക്ഷദ്വീപിലെ androth ദ്വീപുകാരനാണ്. വോയേജ് ലക്ഷദ്വീപിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് പുതിയൊരു വീഡിയോയുമായിട്ടാണ്. ഇതുവരെ ഞാൻ ചെയ്തതിൽ നിന്നും വ്യത്യാസമായിട്ട് ഒരു അൺബോക്സിങ് വീഡിയോ ആണ്. അൺബോക്സിങ് എന്തെന്ന് വെച്ചാൽ ലോകത്തിലെ ഏറ്റവും ചെറിയൊരു ഫോൺ, ലോകത്തിലെ ഏറ്റവും ചെറിയ ഫോണാണ് ഞാനിന്നിപ്പോൾ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത്. അതിൻ്റെ ഒരു അൺബോക്സിങ് ആണ്. അപ്പോൾ ഏതായാലും ആ ഒരു ഫോൺ ഞാൻ പരിചയപ്പെടുന്ന ഒരു കുഞ്ഞു ഫോണാണ്. അപ്പോൾ ഇവിടെ ലക്ഷദ്വീപിലെ androth ദ്വീപിൽ നിന്നും സെൻട്രൽ സ്കൂളിനടുത്തുള്ള ഒരു കടയിൽ നിന്നുമാണ് എനിക്ക് ഈ സാധനം കിട്ടിയത്. കണ്ടപ്പോൾ തന്നെ എനിക്ക് ഇഷ്ടമായി. അപ്പോൾ അതുകൊണ്ട് ഞാനതൊന്ന് വാങ്ങിച്ചു. സംഭവം എന്തായാലും വളരെ ഒരു രസമാണ്, അതൊരു കൗതുകമാണ് കാണാൻ തന്നെ. അത്രയും ചെറിയൊരു ഫോണാണ്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. അപ്പോൾ കടക്കാർ പറഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഫോൺ എന്നാണ് നമുക്ക് കടക്കാർ പറഞ്ഞു തന്നത്. ഏതായാലും ആ ഫോൺ ഞാൻ നിങ്ങളിപ്പോൾ പരിചയപ്പെടുത്തുമ്പോഴാണ്. ഇതാണ് ആ സാധനം. ഇത് സംഭവം എന്ന് വെച്ചാൽ Kechaoda A26 എന്ന് കാണുന്നുണ്ട്. Kechaoda എന്നാൽ എങ്ങനെയാണ് വായിക്കലറിയില്ല. KECHAODA എന്നാണ് കാണുന്നത്. ദി കിങ് ഓഫ് മ്യൂസിക് എന്ന് പറഞ്ഞ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഏതായാലും മ്യൂസിക്കിന് കാര്യങ്ങളൊക്കെ ഇതാകും. ഇത് സംഭവം ഫോൺ ചെറുതാണെങ്കിലും ഇതിപ്പോൾ ബോക്സിൻ്റെ ഉള്ളിലാണ്. ഇതിൻ്റെ ഉള്ളിൽ വളരെ ചെറിയ ഫോണാണ്. ഞാൻ നിങ്ങൾക്കൊന്ന് തുറന്ന് കാണിച്ചു തരാം. സംഭവം ഇത് ഫോൺ ചെറുതാണെങ്കിലും ഇതിൻ്റെ ഫെസിലിറ്റീസ് ഇതിൽ ഡ്യുവൽ സിമ്മാണ്. 2 സിം ഇടാനുള്ള ഫെസിലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. ഇതിൽ നമ്മുടെ മൈക്രോ മെമ്മറി കാർഡ് ഇടാനുള്ള ഒരു ഓപ്ഷൻ കൂടിയുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് നന്നായിട്ട് മ്യൂസിക് കേൾക്കാനൊക്കെ സാധിക്കും. അതുപോലെ തന്നെ വീഡിയോസൊക്കെ കാണാനും സാധിക്കുമെന്ന് പറഞ്ഞു. വീഡിയോസ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഒരു സൈസ് കുറഞ്ഞ ടൈപ്പ് ഒരു പ്രത്യേക ഫോർമാറ്റിലേക്ക് മാറ്റണം. അത് മാറ്റിയാലാണ് അതിൽ വീഡിയോസ് കാണാൻ പറ്റുക. പക്ഷേ മ്യൂസിക്കൊക്കെ നല്ല കിടലനാണ്, സൗണ്ടൊക്കെ അടിപൊളിയാണ്. അപ്പോൾ ഏതായാലും ഈ ഒരു ഫോണ് ഒന്ന് തുറക്കാൻ പോയാണ്. ഇതാണ് നമ്മുടെ ഫോണ്. അപ്പോൾ ഇതിൻ്റെ മേലെ ഒരു ബോക്സ് ഉണ്ട്. ഇത് നമ്മളൊന്ന് പൊളിച്ചെടുക്കുകയാണ്. അത് ചെറിയൊരു ഹാർഡ് ബോർഡ് ഉള്ളൊരു സംഭവമാണ്. ഇത് 2800 രൂപ ഇതിൽ വില വരെ ഇട്ടിട്ടുണ്ട്. 2800. വേറെ MRP ഒന്നും കാണുന്നില്ല. ഇവിടെ ഇട്ടതാണ്. എനിക്കിവിടെ നിന്ന് അതിനേക്കാൾ ഒരു 200 കുറച്ചിട്ടാണ് ആ കടയിൽ നിന്ന് കിട്ടിയത്. പിന്നെ ഇതാണ് അതിൻ്റെ ഒരു ബോക്സ്. ചെറിയൊരു അലൂമിനിയം പോലെ ഉണ്ട് ഈ ബോക്സ്. നല്ലൊരു ബോക്സാണ്. അപ്പോൾ ഇതൊന്ന് നമുക്കൊന്ന് സംഭവം ഒന്ന് തുറന്ന് നോക്കാം. തുറന്നു നോക്കിയപ്പോൾ ഇതിൽ ഒരു കേബിൾ കാണാം. ടൈപ്പ് C അല്ല, മറ്റേ കേബിളാണ്. അത് കേബിൾ കാണുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ ഫോണൊരു കവറിലാണ്. അപ്പോൾ ഈ ബോക്സിനകത്ത് അതുപോലെ സ്വർണ്ണമൊക്കെ ഇട്ട് വെക്കുന്ന ബോക്സിനകം പോലെ സംഭവം ഒരു സെറ്റപ്പാണ്. ഒരു രസമുണ്ട് ഈ കുഞ്ഞു ബോക്സ് കാണാൻ തന്നെ. ഇനിയാണ് നമ്മുടെ നായകൻ പുറത്തെടുക്കാൻ പോവാണ്. ഇതാണ് മോനെ സാധനം. ഇപ്പോൾ വാസം പറഞ്ഞാൽ ഇത് കാണണമെങ്കിൽ എൻ്റെ വിരൽ നോക്കിയാൽ മതി. ശരിക്കും പറഞ്ഞാൽ കയ്യിൽ ഞാൻ ഇങ്ങനെ വച്ച് കാണിച്ചു തരാം. ഇത്രയേ ഉള്ളൂ ഈ ഒരു സാധനം. വളരെ ചെറുതാണ്, വളരെ ചെറിയൊരു സാധനമാണിത്. നിങ്ങൾക്ക് ക്യാമറയിൽ എങ്ങനെ കാണുന്നുണ്ടെന്ന് എനിക്കറിയില്ല. സംഭവം എന്തായാലും എൻ്റെ ഈ ഒരു വിരലിൻ്റെ വലിപ്പം ഇല്ല. ഈ ഒരു വിരലിൻ്റെ വലിപ്പം തന്നെ ഇല്ല അതിൽ. കണ്ട, നമുക്ക് സിമ്പിളായിട്ട് കൊണ്ട് നടക്കാനും ചെറിയൊരു ബാറ്ററി കൊണ്ട് നടക്കണ പോലെ, അല്ലെങ്കിൽ ചെറിയൊരു ഇറേസർ, നമ്മുടെ പെൻസിലിന് ഉപയോഗിക്കുന്ന ഇറേസർ കൊണ്ട് നടക്കണ പോലെ കൊണ്ട് നടക്കാൻ പറ്റിയ ചെറിയൊരു ഫോണാണ്. പിന്നെ ഇതിൻ്റെ അകംവശം ഒന്ന് നമുക്കിതൊന്ന് പൊളിച്ച് നോക്കാം. അതിൻ്റെ ബാറ്ററിയും കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കാം. ഇതിവിടെ ഒരു ചെറിയ നഖം കയറ്റാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അവിടെ നമ്മൾ ഇതാക്കി കഴിഞ്ഞാൽ ഇത് വരും. ഇതാണിപ്പോൾ ഇതിൻ്റെ അകം. ഇതാണ് അതിൻ്റെ ബാറ്ററി. ഒരു കുഞ്ഞ് ബാറ്ററിയും കാണാം അതിൽ. നമുക്ക് ആ ബാറ്ററി ഒന്ന് എടുത്ത് നോക്കാം. ഇതാണ് ആ ബാറ്ററി. ചെറിയൊരു ബാറ്ററിയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ അകത്ത് സിം ഇടാനുള്ള 2 സ്പേസ് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ മെമ്മറി കാർഡ് ഇടാനുള്ള ഇതിലൊരു സിം കാണുന്നുണ്ട്. ഇത് ഈ ഫോണിൻ്റെ കൂടെയുള്ള സിമ്മല്ല, ഓൾറെഡി ഞാൻ എടുത്ത് എൻ്റെ സിം വിട്ടതാണത്. അപ്പോൾ ഏതായാലും ഈ 2 സിം ഇടാനുള്ള ഒരു സ്ലോട്ടും അതുപോലെ തന്നെ മെമ്മറി കാർഡ് ഇടാനുള്ള സ്ഥലമുണ്ട്. ഒരു സിം ഞാൻ ഇപ്പോൾ ഇട്ടിട്ടുണ്ട്. അപ്പോൾ ഏതായാലും സംഭവം നല്ല കിടിലനാണ്. കണ്ടപ്പോൾ തന്നെ എനിക്കൊരു കൗതുകം തോന്നി ഈ ഒരു ഫോൺ കണ്ടപ്പോൾ തന്നെ. അപ്പോൾ അങ്ങനെ ഞാനിതൊന്ന് വാങ്ങിയാണ്. സംഭവം നല്ല അടിപൊളിയായിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കും ഇത് വാങ്ങാം. ഇതിൻ്റെ പ്രൈസ് ഞാൻ പറഞ്ഞില്ലേ, ഇത് ഇവിടെ ദ്വീപിൽ 2800 രൂപയാണ് ദ്വീപിൽ. പിന്നെ അവിടെ കൊച്ചി, കേരളത്തൊക്കെ ഉള്ള വില എങ്ങനെയാണെന്നറിയില്ല. ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഫോണെന്നാണ് അവർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഏതായാലും ഒന്ന് ഓണാക്കി നോക്കാം. ഓണാകുന്നുണ്ടോ? ആഹാ, അതിൻ്റെ ഒരു സൗണ്ടാണ്, ഓണാണ് സൗണ്ടാണ്.
അപ്പോൾ എന്തായാലും നമുക്ക് വളരെ അടിപൊളിയായിട്ട് യൂസ് ചെയ്യാൻ പറ്റിയ ഒരു ചെറിയ, ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഒരു ഫോണാണ്. ഇതിനേക്കാളും ചെറിയ ഫോൺ ഉണ്ടെങ്കിൽ ഒന്നാരെങ്കിലും ഇതിൻ്റെ താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ നല്ലത്. പക്ഷേ ഇതിനേക്കാളും ചെറിയ ഫോൺ എൻ്റെ ജീവിതത്തിൽ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. പിന്നെ ആ കടക്കാരൻ പറഞ്ഞത് ലോകത്തിലെ തന്നെ ഏറ്റവും ചെറിയ ഫോണെന്നാണ് അവരും പറഞ്ഞത്. കാരണം ഇതിൻ്റെ നമ്മുടെ വിരലിൻ്റെ വലിപ്പം തന്നെ ഇല്ല, അതിൽ കാണുന്നില്ലേ, വിരലിൻ്റെ വലിപ്പം തന്നെ ഇല്ല സംഭവം, ഒരു വിരലിൻ്റെ നീളമില്ല, വെയിറ്റും വളരെ കുറവാണ്. നമുക്കിത് കീ ചെയിൻ പോലെ ആക്കിയിടാനുള്ള ഒരു ഹോളൊക്കെ ഇവിടെ ഉണ്ട്. നമുക്ക് കീ ചെയിനായിട്ട് വേണമെങ്കിൽ ബൈക്കിൻ്റെയോ കാറിൻ്റെ ഒക്കെ കീ ചെയിനായിട്ട് പോലും ഈ ഒരു ഫോൺ നമുക്ക് ഇട്ട് ഉപയോഗിക്കാം. വളരെ അടിപൊളിയാണ്, വെറൈറ്റിയാണ്. അപ്പോൾ ആരെങ്കിലും വാങ്ങിക്കാൻ ഇഷ്ടമുണ്ടെങ്കിൽ ഇവിടെ നിന്നെങ്കിലും വാങ്ങിക്കാതെ. ഇനി എവിടെ കിട്ടുമെന്നുള്ളത് എനിക്കറിയില്ല. എനിക്കിവിടെ ആന്ത്രോത്ത് ദ്വീപിൽ ഒരു കടയിൽ നിന്ന് കിട്ടിയതാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, തൽക്കാലം ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. ബൈ ബൈ.